നമസ്കാരം, ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 6ാമത്തെ ഗെയിമിൽ മാഗ്നസ് കാൾസൺ തൻ്റെ ആദ്യ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ ചരിത്രപ്രധാനമായ ഒരു ഗെയിമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നീക്കങ്ങൾ എടുത്ത വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഇന്ന് നടന്നിരിക്കുന്നത്. നീണ്ട 7.5 മണിക്കൂറുകളോളം കളി നീണ്ടു. 136 നീക്കങ്ങളാണ് ഈ ഒരു ഗെയിമിൽ നടന്നത്. പണ്ടത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ 1978 നടന്ന വിക്ടർ കോർച്ച്നോയ് വേഴ്സസ് അനറ്റോളി കാർപോവ് ഗെയിമിൽ നീണ്ട 124 നീക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കളി ഡ്രോ ആവുകയായിരുന്നു. അതായിരുന്നു ചരിത്രത്തിൽ ഇന്നേ വരെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഗെയിം. എന്നാൽ ഇന്ന് മാഗ്നസ് കാൾസൺ നെപ്പോ ഗെയിമിൽ ആ ഒരു വേൾഡ് റെക്കോർഡ് തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഒരു ഗെയിമിൽ ഒരു റിസൾട്ട് വന്നിരിക്കുകയാണ്. അതായത് മാഗ്നസ് കാൾസൺ ഈ ഗെയിം വിജയിച്ചിരിക്കുകയാണ് വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട്. വളരെ മനോഹരമായ ഒരു ഗെയിമാണിത്. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. എല്ലാ മൂവുകളും കമൻറ്റ് ചെയ്യുന്നില്ല. 136 നീക്കങ്ങളുണ്ട്. അതുകൊണ്ട് ചില നീക്കങ്ങൾ നമുക്ക് ഓടിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് പോൺ ടു D4, ക്വീൻ പോൺ ഓപ്പണിംഗ്, നൈറ്റ് F6 കളിക്കുന്നു. കാൾസൺ നൈറ്റ് F3 കളിക്കുന്നു. D5, പോൺ ടു G3, E6, ബിഷപ്പ് G2. ഇവിടെ മാഗ്നസ് കാൾസൺ ഒരു കാറ്റലിൻ ഓപ്പണിംഗ് സെറ്റപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബിഷപ്പ് G2ലേക്ക് കൊണ്ടുവന്നതാണ്. എന്നാൽ നെപ്പോ ആദ്യമായി ബിഷപ്പ് E7 കളിക്കുന്നു. അപ്പോൾ വൈറ്റ് കാസ്റ്റിംഗ് നടത്തുന്നു. ബ്ലാക്ക് ഇവിടെ കാസ്റ്റിംഗ് നടത്തുന്നു. ഇവിടെ വെച്ച് മാഗ്നസ് കാൾസൺ കാറ്റലിൻ സെറ്റപ്പിൽ നിന്നും മാറി പോൺ B3 കളിക്കുന്നു. ഓപ്പണിംഗ് തിയറിയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. പോൺ ടു C5, pawn takes pawn, bishop takes pawn, pawn to C4, pawn takes pawn, queen C2, queen E7 ആ ഒരു ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നൈറ്റ് D2, നൈറ്റ് C6, നൈറ്റ് takes pawn, pawn to B5 attacking knight, knight E5, knight B4 attacking queen, queen B2, bishop B7. ആ ഒരു കാറ്റലൻ ഓപ്പണിങ്ങിൽ സാധാരണ ബ്ലാക്കിൻ്റെ ലൈറ്റ് സ്ക്വയറിലുള്ള ബിഷപ്പ് എപ്പോഴും വളരെ പാസീവായിരിക്കും. അതിന് ആ ഒരു പ്രോബ്ലം ഇവിടെ ബ്ലാക്ക് സോൾവ് ചെയ്തിരിക്കുകയാണ്. ബ്ലാക്കിൻ്റെ ആ ഒരു ബിഷപ്പ് ആക്റ്റീവായി വന്നിരിക്കുകയാണ്. പോൺ ടു A3 അറ്റാക്കിംഗ് നൈറ്റ്, നൈറ്റ് C6, നൈറ്റ് D3 അറ്റാക്കിംഗ് ബിഷപ്പ്, ബിഷപ്പ് B6, ബിഷപ്പ് G5, റൂക്ക് D8. ഇവിടെ മാഗ്നസ് കാൾസൺ ഒരു ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് നൈറ്റിന് പകരം. ബിഷപ്പ് ടേക്സ് നൈറ്റ്. ഇത് ബ്ലാക്കിൻ്റെ പോൺ സ്ട്രക്ചർ, കിങ് സൈഡിലുള്ള പോൺ സ്ട്രക്ചർ വീക്കൻ ചെയ്യാൻ വേണ്ടി കളിച്ചാണ്. അപ്പോൾ പോൺ ടേക്സ് ബിഷപ്പ്. ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 ബിഷപ്പ് പെയർ, 2 ബിഷപ്പ് ഉണ്ട്. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ കിങ് സൈഡിൽ ആ ഒരു പോൺ സ്ട്രക്ചർ വീക്കായിരിക്കുകയാണ്. റൂക്ക് C1, മാഗ്നസ് കാൾസൺ റൂക്കിനെ ഓപ്പൺ ഫയലിൽ കൊണ്ടുവരുന്നു. നൈറ്റ് D4, നൈറ്റ് സെൻട്രൽ വരികയാണ്. നൈറ്റ് ടേക്സ് നൈറ്റ്, ബിഷപ്പ് ടേക്സ് നൈറ്റ് അറ്റാക്കിംഗ് ക്വീൻ, ക്വീൻ A2. ക്വീൻ ഇവിടെ വളരെ പാസീവായി ക്വീൻ സൈഡിൽ A2വിൽ വന്നിരിക്കുകയാണ്. കൂടുതൽ റേഞ്ച് ഒന്നും ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീനിനില്ല. എന്നാൽ ബ്ലാക്കിൻ്റെ പീസുകൾ നോക്കൂ, എല്ലാം വളരെ ആക്റ്റീവായി ഗെയിമിൽ വന്നിരിക്കുകയാണ്. ബിഷപ്പ് ടേക്സ് ബിഷപ്പ്, കിങ് ടേക്സ് ബിഷപ്പ്, ക്വീൻ B7 ചെക്ക്, കിങ് G1, ക്വീൻ E4 സെൻട്രലൈസിങ് ദി ക്വീൻ, ക്വീൻ C2. ക്വീൻ ഇപ്പോൾ ഓപ്പൺ ഫയൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും അങ്ങോട്ട് മാഗ്നസ് കാൾസൺ പതിയെ ഗെയിമിൽ കൺട്രോൾ കൊണ്ടുവരികയാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബോബി ഫിഷറിൻ്റെയും അനറ്റോളി കാർപോവിൻ്റെയും ഒരു കോമ്പിനേഷൻ സ്റ്റൈലാണ് മാഗ്നസ് കാൾസൻ്റേത് എന്ന് പറഞ്ഞു. നമുക്ക് കാണാം എങ്ങനെയാണ് നീണ്ട 136 നീക്കങ്ങളിലൂടെ മാഗ്നസ് കാൾസൺ എതിരാളിയായ നെപ്പോയെ വരിഞ്ഞു മുറുക്കി തോൽപ്പിക്കുന്നതെന്ന്. എന്നാൽ നെപ്പോവും ഇതിൽ വളരെ നല്ല ഗെയിമാണ് കാഴ്ചവെച്ചത്. വളരെ വലിയ ഒരു ഡിഫെൻസീവ് സ്റ്റൈൽ നെപ്പോ കളിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, പോൺ ടു A5, റൂക്ക് D1, റൂക്കിനെ സെൻട്രൽ കൊണ്ടുവരുന്നു. കിങ് G7, റൂക്ക് D2. ആ റൂക്കിനെ D2വിൽ കൊണ്ടുവന്ന് പോണിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അതുമാത്രമല്ല, ഈ ആരോ മാർക്ക് കൊണ്ട് സൂചിപ്പിച്ച പോലെ പിന്നീട് വേണമെങ്കിൽ വൈറ്റിന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൂവാണ്. ഒരു വെക്കേറ്റിംഗ് മൂവ് കൂടിയാണ്. കാരണം ക്വീനിന് വേണമെങ്കിൽ D1ലേക്ക് വന്ന് പോണിനെ
E3 പിന്നീട് മാറ്റിയതിന് ശേഷം കിങ് സൈഡിലേക്ക് ക്വീനിനെ കൊണ്ടുവരാൻ സാധിക്കാവുന്ന തരത്തിലുള്ള ഒരു മൂവ്മെൻ്റാണ് റൂക്ക് ടു D2. ഇപ്പോൾ മൂവ് നമ്പർ 25 നമ്മൾ എത്തിയിരിക്കുന്നത്. 25 നീക്കങ്ങൾ കളിക്കുമ്പോഴേക്കും മാഗ്നസ് കാൾസൺ കൂടുതൽ ടൈം പ്രഷറിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 40 നീക്കങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ നടത്തണമെന്നാണ്. പിന്നീട് വീണ്ടും ടൈം ഇൻക്രിമെൻറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു പൊസിഷൻ കൂടുതൽ ടൈം പ്രഷറിൽ മാഗ്നസ് കാൾസൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് റൂക്ക് C8 കളിച്ചുകൊണ്ട് നെപ്പോ ഒരു ഗെയിമിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടുവരുന്നത്. റൂക്ക് കൊണ്ടുവന്ന് ക്വീനിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മാഗ്നസ് കാൾസന് വേണമെങ്കിൽ ക്വീൻ ടേക്സ് റൂക്ക് കളിക്കാം. റൂക്ക് ടേക്സ് റൂക്ക് ക്വീൻ കളിക്കുമ്പോൾ മറ്റേ റൂക്ക് കൊണ്ട് ആ ഒരു റൂക്കിനെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ക്വീനിനെ സാക്രിഫൈസ് ചെയ്ത് ബ്ലാക്കിൻ്റെ 2 റൂക്കിനെയും മാഗ്നസ് കാൾസണിന് എടുക്കാൻ പറ്റാവുന്ന ഒരു പൊസിഷൻ. ഇവിടെ മാഗ്നസ് കാൾസൺ അത് തന്നെയാണ് ചെയ്യുന്നത്. തൻ്റെ ക്വീനിനെ 2 റൂക്കുകൾക്ക് വേണ്ടി മാഗ്നസ് കാൾസൺ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ക്വീൻ ടേക്സ് റൂക്ക്, ഈ റൂക്ക് ടേക്സ് ക്വീൻ, റൂക്ക് ടേക്സ് റൂക്ക്. ഇപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഏകദേശം ഈ ഒരു പൊസിഷനിൽ ഗെയിമിൽ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ആരെങ്കിലും ഒരാൾ വിജയിക്കാനുള്ള ഒരു ചാൻസ് ഈ ഒരു ഇംബാലൻസിലൂടെ ഉണ്ടായിരിക്കുകയാണ്. മുന്നേ ഉള്ള 5 ഗെയിമുകളും ഡ്രോ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എക്സ്ചേഞ്ച് നടന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് കാണാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതായി കാണുന്നു. അതായത് ഒന്നുകിൽ ബ്ലാക്ക് ജയിക്കാം അല്ലെങ്കിൽ വൈറ്റ് ജയിക്കാം. ഡ്രോ ആവുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു റിസൾട്ടിനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. ക്വീൻ D5. ഇവിടെ ബ്ലാക്ക് പോണിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ മാഗ്നസ് കാൾസൺ ഇവിടെ നൈറ്റ് വല്ലതും മൂവ് ചെയ്ത് നൈറ്റ് F4 കളിച്ച് ആ ഒരു ക്വീനെ അറ്റാക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ, അതായത് ക്വീനെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബിഷപ്പിനെ റൂക്ക് കൊണ്ടെടുക്കാം. എന്നാൽ അങ്ങനെ എങ്ങാനും കളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് ബിഷപ്പ് ടേക്സ് പോൺ ചെക്ക്, അതിനുശേഷം ക്വീൻ ടേക്സ് റൂക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ മാഗ്നസ് കാൾസൺ നൈറ്റ് F4 കളിക്കുന്നതിനാണ് പോൺ ടു B4 ആണ് കളിക്കുന്നത്. ഇത് വളരെ ടൈം പ്രഷറിലാണ് മാഗ്നസ് കാൾസൺ ഈ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പോൺ ടു A4, പോൺ ടു E3 അറ്റാക്കിംഗ് ബിഷപ്പ്, ബിഷപ്പ് E5, പോൺ ടു H4, പോൺ ടു H5, ക്വീൻ H2. ഈ ഒരു നീക്കത്തിലൂടെ പോൺ ടു H4, ക്വീൻ H2 ഈ ഒരു നീക്കം നടത്തിയപ്പോൾ തന്നെ മുന്നേ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ മാഗ്നസ് കാൾസനെതിരെ മത്സരിച്ച ഫാബിയാനോ കരുവാനോ അഭിപ്രായപ്പെട്ടത് മാഗ്നസ് കാൾസൺ ഈ ഒരു ഗെയിം വിൻ ചെയ്യാൻ വേണ്ടി കളിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പോൺ ടു H4, കിങ് ടു H2 നീക്കത്തിൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാം. മാഗ്നസ് കാൾസൺ വിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഗെയിം കളിക്കുന്നതെന്ന്. ഓക്കെ. ബിഷപ്പ് B2 അറ്റാക്കിംഗ് പോൺ, റൂക്ക് C5 അറ്റാക്കിംഗ് ക്വീൻ, ക്വീൻ D6, റൂക്ക് D1, bishop takes pawn, rook takes pawn, queen D7 attacking rook, rook C5, E5, rook C2, queen D5. ഇപ്പോൾ മൂവ് നമ്പർ 37 റൂക്ക് D2, ക്വീൻ B3. 40 നീക്കങ്ങൾ ടൈം കൺട്രോളിനുള്ളിൽ നീക്കണം. ആ ഒരു പ്രഷറിലാണ് ഇപ്പോൾ ഗെയിം മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. മൂവ് നമ്പർ 38 റൂക്ക് A2, pawn to E4 attacking knight, knight C5 attacking queen, queen takes pawn, knight takes pawn, queen B3. ഇപ്പോൾ 40 നീക്കങ്ങളായിരിക്കുകയാണ്. 41ാമത്തെ നീക്കം മുതൽ വീണ്ടും എക്സ്ട്രാ ടൈം കൺട്രോൾ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ മാഗ്നസ് കാൾസൺ റൂക്ക് C2 കളിക്കുന്നു. ബിഷപ്പ് F8. ഇവിടെ നമുക്ക് കാണാം ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം A4 പോണാണ് ബ്ലാക്കിൻ്റെ ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയാം. അതായത് A4 പോണിനെ പതിയെ A1 എത്തിക്കുകയാണെങ്കിൽ പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീൻ ആക്കാൻ പറ്റും. എന്നാൽ മാഗ്നസ് കാൾസൻ്റെ 2 റൂക്കുകളും അതിനെ വളരെ ഫലപ്രദമായി ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. നൈറ്റ് C5 അറ്റാക്കിംഗ് ക്വീൻ ആൻഡ് പോൺ, ക്വീൻ B5, നൈറ്റ് D3, A3. പോൺ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് F4 അറ്റാക്കിംഗ് പോൺ, ക്വീൻ A5 ആ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, 2 പോണുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റൂക്ക് A2 പോണിനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ബിഷപ്പ് B4 അറ്റാക്കിംഗ് റൂക്ക്, റൂക്ക് D3 അറ്റാക്കിംഗ് പോൺ. 2 റൂക്കുകൾ ഇപ്പോൾ പോണിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. കിങ് H6 ആ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു ബ്ലാക്ക്. റൂക്ക് D1, ക്വീൻ A4 അറ്റാക്കിംഗ് റൂക്ക്,
റൂക്ക് D1. ആ ഒരു പോണിൽ വീണ്ടും അറ്റാക്ക് കണ്ടിന്യൂ ആണ്, റൂക്കിനെ ഡബിൾ ചെയ്തുകൊണ്ട്. ബിഷപ്പ് ഗോസ് ബാക്ക് D6, കിങ് G1, ക്വീൻ B3, നൈറ്റ് E2, ക്വീൻ D3, നൈറ്റ് D4, കിങ് H7, കിങ് H2, ക്വീൻ E4, അറ്റാക്കിംഗ് പോൺ. ഇവിടെ നമുക്ക് കാണാം ആ ഒരു G3യിലുള്ള പോൺ അവിടെ പിൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്വീൻ ടേക്സ് പോൺ കളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പോൺ ടേക്സ് ക്വീൻ കളിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇവിടെ വൈറ്റ് ഒരു നീക്കം നടത്തുകയാണ്, അതായത് റൂക്ക് ടേക്സ് പോൺ. ബിഷപ്പിന് പകരം റൂക്കിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ് ആ ഒരു പോണിന് വേണ്ടിയിട്ട്. ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു പോണിനെ വെട്ടിമാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നെപ്പോ ബിഷപ്പ് ടേക്സ് റൂക്ക് കളിക്കുന്നതിന് പകരം ബിഷപ്പിനെ ബോർഡിൽ നിലനിർത്തിക്കൊണ്ട് ക്വീൻ ടേക്സ് പോൺ ചെക്ക് കൊടുക്കുന്നു. കാരണം ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്വീൻ മാത്രമാവും നെപ്പോവിന്. അതുകൊണ്ട് തന്നെ ഇവിടെ ബിഷപ്പിനെ നിലനിർത്തിക്കൊണ്ടാണ് നെപ്പോ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കിങ് G1, ക്വീൻ E4, റൂക്ക് A4, ബിഷപ്പ് E5, നൈറ്റ് E2, അറ്റാക്കിംഗ് ക്വീൻ, ക്വീൻ C2, അറ്റാക്കിംഗ് നൈറ്റ്, റൂക്ക് A2, ഡിഫെൻഡിങ്, ക്വീൻ B3, കിങ് G2, ക്വീൻ D5 ചെക്ക്, F3 ബ്ലോക്കിംഗ്. ഇനി അങ്ങോട്ടേക്ക് എല്ലാ നീക്കങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് 136 നീക്കങ്ങളുണ്ട്, ഇപ്പോൾ 60 നീക്കങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് സ്പീഡിൽ അടുത്ത നീക്കങ്ങൾ കാണാം. ക്വീൻ D1, F4 അറ്റാക്കിംഗ് ബിഷപ്പ്, ബിഷപ്പ് C7, കിങ് F2. ക്രിട്ടിക്കലായിട്ടുള്ള മൊമെൻറ്റ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ബിഷപ്പ് B6, റൂക്ക് A1 അറ്റാക്കിംഗ് ക്വീൻ, ക്വീൻ B3, റൂക്ക് E4, കിങ് G7, റൂക്ക് E8, F4. ഈ ഒരു പോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. നമുക്കത് കാണാം കുറച്ച് കഴിയുമ്പോൾ തന്നെ. റൂക്ക് A8, ക്വീൻ B4, റൂക്ക് C8, ബിഷപ്പ് A5. ഇവിടെ ഒരു ടാക്ടിക്സ് ഉണ്ട്. ഇവിടെ റൂക്ക് C1 ആണ് മാഗ്നസ് കാൾസൺ കളിക്കുന്നത്, ആ ഒരു E1 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇനി അതിന് പകരം റൂക്ക് H8 വല്ലതും അറിയാതെ കളിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്ന് തന്നെ ചെക്ക് മേറ്റ് ഉള്ള പോസിബിലിറ്റി കാണാം. ക്വീൻ E1 ചെക്ക്, ആ ഒരു നൈറ്റിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വൈറ്റ് കിങ്ങിനെ മാറ്റുകയാണെങ്കിൽ, കിങ് F3 പോവുകയാണെങ്കിൽ ക്വീൻ F1 ചെക്ക് മേറ്റ് ആണ്. എല്ലാ സ്ക്വയറുകളും പോണുകൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാവുമായിരുന്നു. എന്നാൽ മാഗ്നസ് കാൾസൺ റൂക്ക് C1 ആണ് കളിക്കുന്നത്, ആ ഒരു സ്ക്വയർ E1 സ്ക്വയർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്. ബിഷപ്പ് B6, റൂക്ക് E5. നേരത്തെ പറഞ്ഞ ആ ഒരു പോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അവിടത്തേക്ക് തന്നെയാണ് കളി വരുന്നത്. റൂക്ക് E5 കളിച്ച് ആ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ക്വീൻ B3. ഇപ്പോഴും ആ ഒരു ടാക്ടിക്സിനുള്ള പോസിബിലിറ്റിയാണ് നെപ്പോ ശ്രമിക്കുന്നത്. കാരണം ഇവിടെ റൂക്ക് ടേക്സ് പോൺ മാഗ്നസ് കളിക്കുകയായിരുന്നെങ്കിൽ ഉടൻ തന്നെ ക്വീൻ ടേക്സ് പോൺ ചെക്കാണ്, അല്ലെങ്കിൽ ബിഷപ്പ് ടേക്സ് പോൺ ചെക്കാണ്. എന്നിട്ട് മറ്റേ C1 റൂക്കിനെയും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും കളിക്കാം. അപ്പോൾ റൂക്ക് E8, ക്വീൻ D5, റൂക്ക് C8, ക്വീൻ H1, റൂക്ക് C1, ക്വീൻ D5, റൂക്ക് B1, ബിഷപ്പ് A7, റൂക്ക് E7 അറ്റാക്കിംഗ് ബിഷപ്പ്, ബിഷപ്പ് C5. ഇനി നമുക്ക് കാണാം മാഗ്നസ് കാൾസൻ്റെ ഒരു അറ്റാക്കിംഗ് സ്റ്റൈൽ. റൂക്ക് E5 ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു, ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ക്വീൻ മാറ്റി കഴിഞ്ഞാൽ ബിഷപ്പിനെയും അറ്റാക്ക് ചെയ്യുന്നു. ക്വീൻ D3. ഇവിടെ നെപ്പോ ആ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു, അതുകൂടാതെ റൂക്കിനെയും അറ്റാക്ക് ചെയ്യുന്നു. റൂക്ക് B7, ക്വീൻ C2, ആ ഒരു ബിഷപ്പിനെയും പോണിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കളിക്കുന്നു. ഇവിടെ റൂക്ക് B5 വന്ന് 2 റൂക്കുകളും ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് A7 മാറുന്നു. ഇപ്പോൾ വേണമെങ്കിൽ റൂക്കിനെ കൊണ്ട് പോണിനെ മാഗ്നസിന് വെട്ടിമാറ്റാവുന്നതാണ്, കാരണം 2 റൂക്കുകളും പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ മാഗ്നസ് കുറച്ച് ടൈം ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി വെറുതെ 1-2 അറ്റാക്ക് നടത്തുകയാണ് ബിഷപ്പിലേക്ക്. റൂക്ക് A5 അറ്റാക്കിംഗ് ബിഷപ്പ്, ബിഷപ്പ് B6, റൂക്ക് B5 അറ്റാക്കിംഗ് ബിഷപ്പ്, ബിഷപ്പ് തിരിച്ച് A7 പോകുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് റൂക്ക് ടേക്സ് പോൺ കളിക്കുന്നു. ഇവിടെ നെപ്പോ വീണ്ടും ഒരു ടാക്ടിക്സ് യൂസ് ചെയ്യുകയാണ്, ക്വീൻ D3. ഇവിടെ മാഗ്നസ് വളരെ ശ്രദ്ധിച്ച് കളിച്ചില്ലായിരുന്നെങ്കിൽ കളി മാറി മറിയുമായിരുന്നു. ഇവിടെ ആണ് ഒരു വിന്നിങ് അഡ്വാൻറ്റേജ് ആദ്യമായി
മാഗ്നസ് മുതലെടുക്കുന്നത്. റൂക്ക് ടേക്സ് പോൺ ഓൺ F7 ചെക്ക്. ബിഷപ്പിനെയും അറ്റാക്ക് ചെയ്യുന്നു. അതായിരുന്നു ഒരു ക്രിട്ടിക്കൽ മൂവ്. ഇനി അതിന് പകരം റൂക്ക് E5 കളിച്ച് ആ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഇവിടെ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്യാൻ നെപ്പോയ്ക്ക് സാധ്യമായിരുന്നു. അതായത് ബിഷപ്പ് ടേക്സ് പോൺ ചെക്ക്. റൂക്ക് ടേക്സ് ബിഷപ്പ് ആണെങ്കിൽ മറ്റേ റൂക്കിനെ ക്വീൻ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ക്വീൻ ടേക്സ് റൂക്ക് ഓൺ B5. അപ്പോൾ ഇവിടെയാണ് മാഗ്നസ് വളരെ കൃത്യമായി റൂക്ക് ടേക്സ് പോൺ കളിച്ച് ഒരു റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നത്. കിങ് ടേക്സ് റൂക്ക്. റൂക്ക് B7 ചെക്ക് അറ്റാക്കിംഗ് ബിഷപ്പ്. കിങ് G6 റൂക്ക് ടേക്സ് ബിഷപ്പ്. ഇനി ക്വീൻ D5. ഇവിടെ നമുക്ക് കാണാം റൂക്ക് നൈറ്റ് 3 പോണുകൾ വൈറ്റിനുണ്ട്. എന്നാൽ ബ്ലാക്കിനാകട്ടെ ക്വീനും ഒരു പോൺ ആണുള്ളത്. വളരെ കൃത്യമായി ബ്ലാക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ കളി ഡ്രോ ആവാൻ സാധ്യതയുണ്ട്. അത് കൂടുതൽ സമയവും നെപ്പോ വളരെ കൃത്യമായ മൂവുകൾ നടത്തി. കമ്പ്യൂട്ടർ അനാലിസിസ് പ്രകാരം ഇങ്ങനെയുള്ള പൊസിഷൻസ് ഡ്രോ ആണ്. എന്നാൽ നമുക്ക് കാണാം മാഗ്നസ് കാൾസൺ എങ്ങനെയാണ് വളരെ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഈ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. റൂക്ക് A6 ചെക്ക്. കിങ് H7 റൂക്ക് A1 കിങ് G6 നൈറ്റ് D4 ക്വീൻ B7 റൂക്ക് A2 ക്വീൻ H1 റൂക്ക് A6 ചെക്ക്. കിങ് F7 നൈറ്റ് F3 ക്വീൻ B1 റൂക്ക് D6 കിങ് G7 റൂക്ക് D5 അറ്റാക്കിംഗ് പോൺ. ക്വീൻ A2 ചെക്ക്. അതേപോലെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. റൂക്ക് തിരിച്ച് D2 വരുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു. ക്വീൻ B1 റൂക്ക് E2 ക്വീൻ B6. മാഗ്നസ് കാൾസൺ തൻ്റെ E3യിലുള്ള പോണിനെ എങ്ങനെയെങ്കിലും പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ക്വീൻ ആക്കണം. E8 കൊണ്ടുപോയി. അങ്ങനെയാണ് മാഗ്നസ് കാൾസൻ്റെ ഒരു ഗെയിം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ ഒരു പോണിനെ എപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്ന വിധത്തിലാണ് നെപ്പോ കളിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ആ ഒരു പോണിനെ അവിടെ പിൻ ചെയ്തിരിക്കുകയാണ്. റൂക്ക് C2 ക്വീൻ B1 നൈറ്റ് D4 പ്രൊട്ടക്റ്റിംഗ് ദ റൂക്ക്. ക്വീൻ H1 അപ്പോഴും ആ ഒരു E4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ക്വീൻ റൂക്ക് C7 ചെക്ക്. കിങ് F6 റൂക്ക് C6 ചെക്ക്. കിങ് F7 നൈറ്റ് F3 ആ ഒരു ഡയഗണൽ ക്വീൻ്റെ ഡയഗണൽ ബ്ലോക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ H4 സ്ക്വയർ പോൺ പൊസിഷനിലുള്ള സാധ്യത അവിടെ ഇല്ലാതാകുന്നു. ഡിഫെൻഡ് ചെയ്യുന്നു മാഗ്നസ്. ക്വീൻ B1 നൈറ്റ് G5 ചെക്ക്. കിങ് G7 നൈറ്റ് E6 ചെക്ക്. കിങ് F7 നൈറ്റ് D4. ഇപ്പോൾ 100ാമത്തെ നീക്കമാണ് മാഗ്നസ് നടത്തിയിരിക്കുന്നത് നൈറ്റ് D4. ഇനി ഏതാനും നീക്കങ്ങൾ കൊണ്ട് തന്നെ കളി വിജയിക്കുന്ന കാണാം. ക്വീൻ H1 റൂക്ക് C7 ചെക്ക്. കിങ് F6 നൈറ്റ് F3 ക്വീൻ B1 റൂക്ക് D7 ക്വീൻ B2 ചെക്ക്. റൂക്ക് D2 ക്വീൻ B1 നൈറ്റ് G1 ക്വീൻ B4 റൂക്ക് D1 ക്വീൻ B3 റൂക്ക് D6 ചെക്ക്. കിങ് G7 റൂക്ക് D4 ക്വീൻ B2 ചെക്ക്. നൈറ്റ് E2 ക്വീൻ B1 E4 ആ ഒരു പോണിനെ മുന്നോട്ട് നീക്കാനുള്ള സാധ്യത വന്നിരിക്കുകയാണ്. മാഗ്നസ് അത് തന്നെ നടത്തുകയാണ്. പോണിനെ മുന്നോട്ടേക്ക് റോൾ ചെയ്യുന്നു. ക്വീൻ H1 റൂക്ക് D7 ചെക്ക്. കിങ് G8 റൂക്ക് D4 ക്വീൻ H2 ചെക്ക്. കിങ് E3 പോൺ ടു H4 പോൺ ടേക്സ് പോൺ. ക്വീൻ H3 ചെക്ക്. കിങ് D2 ക്വീൻ ടേക്സ് പോൺ. റൂക്ക് D3 കിങ് F7 റൂക്ക് F3 ക്വീൻ D8 ചെക്ക്. കിങ് E3 ക്വീൻ A5 കിങ് F2 ക്വീൻ A7 ചെക്ക്. റൂക്ക് E3 ക്വീൻ D7 നൈറ്റ് G3 ക്വീൻ D2 ചെക്ക്. കിങ് F3 ക്വീൻ D1 ചെക്ക്. റൂക്ക് E2 ക്വീൻ B3 ചെക്ക്. കിങ് D2 ക്വീൻ B7 ആ ഒരു പോണിനെ പിൻ ചെയ്യുന്നു. റൂക്ക് D2 ക്വീൻ B3 റൂക്ക് D5 കിങ് E7 റൂക്ക് E5 ചെക്ക്. കിങ് F7 റൂക്ക് F5 ചെക്ക്. കിങ് E8 പോൺ ടു E5 വീണ്ടും പോണിനെ റോൾ ചെയ്യുന്നു മുന്നോട്ടേക്ക്. ഇനി നമുക്ക്
പെട്ടെന്ന് തന്നെ മാഗ്നസ് കാൾസൺ ജയിക്കുന്ന കാണാം. ക്വീൻ A2 ചെക്ക്, കിങ് H3. നെപ്പോയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റിപ്പീറ്റ് ചെക്ക് കൊടുത്തുകൊണ്ട് വേണം കളി മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നാൽ അതിനുള്ള അവസരം ഇല്ലാതാക്കി കൊണ്ടുവരികയാണ് മാഗ്നസ്. എൻ്റെ കിങ്ങിനെ H3യിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ നെപ്പോ ക്വീൻ E6 കളിച്ച് റൂക്കിനെ പിൻ ചെയ്യുന്നു. കിങ് H4, ക്വീൻ H6 ചെക്ക്, നൈറ്റ് H5. ഇവിടെ ഇനി കൂടുതൽ ചെക്കുകൾ കൊടുക്കാനുള്ള സാധ്യത ഇല്ലാതായിരിക്കുകയാണ്. ഇവിടെയാണ് നെപ്പോ ഒരു മൂവ് നടത്തുന്നത്. ക്വീൻ H7. ഈ ഒരു മൂവോടുകൂടി മാഗ്നസ് കളിയിലേക്ക് വിജയിക്കും എന്നുള്ള പോസിബിലിറ്റി കൂടിയിരിക്കുകയാണ്. കാരണം ഇവിടെ ക്വീൻ റൂക്കിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും ഇവിടെ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് മാഗ്നസ് കാൾസൺ വളരെ കൃത്യമായി കളിച്ചതും. പോൺ ടു E6, സാക്രിഫൈസിങ് ദ റൂക്ക്. ഇവിടെ റൂക്കിനെ സാക്രിഫൈസ് ചെയ്തതാണെങ്കിലും റൂക്കിനെ എടുക്കാൻ പറ്റില്ല. കാരണം ക്വീൻ ടേക്സ് റൂക്ക് കളിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഇവിടെ ഒരു ഫോർക്ക് ഉണ്ട്. നൈറ്റ് G7 ചെക്ക് ആൻഡ് ഫോർക്കിംഗ് കിങ് ആൻഡ് ക്വീൻ. അടുത്ത നീക്കത്തിൽ റൂക്ക് നൈറ്റ് ഉപയോഗിച്ച് ക്വീനിനെ വെട്ടിമാറ്റാം. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയ നെപ്പോ ഇവിടെ കളിക്കുന്നത് ക്വീൻ G6 ആണ്, അറ്റാക്കിംഗ് പോൺ, അതേപോലെ അറ്റാക്കിംഗ് റൂക്ക്. എന്നാൽ ഇവിടെ മാഗ്നസ് വളരെ കൃത്യമായ ഒരു മൂവ് നടത്തുകയാണ്. റൂക്ക് F7. ആ ഒരു F7ൽ റൂക്ക് കൊണ്ടുവന്നുകൊണ്ട് 7th റാങ്ക് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇനി വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് H7 ചെക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നീടുള്ള നീക്കങ്ങളിൽ തൻ്റെ E5ലുള്ള പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി അവിടെ E8ൽ ക്വീനാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള പോസിബിലിറ്റി കൂടുതൽ ചെക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇനി ആകെയുള്ള നീക്കം ഇവിടെ കിങ് D8 ആണ് നെപ്പോ കളിക്കുന്നത്. ആദ്യം ക്വീൻ ടേക്സ് പോൺ കളിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ വൈറ്റിന് ഇവിടെ നൈറ്റ് G7 ചെക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ക്വീനെ വിൻ ചെയ്യാൻ പറ്റും. ഇത് കിങ് ടേക്സ് റൂക്ക് കളിച്ചാൽ നൈറ്റ് ടേക്സ് ക്വീൻ കളിക്കാൻ സാധിക്കും. പിന്നീട് കിങ് ടേക്സ് നൈറ്റ് കളിച്ചാൽ കിങ് G5 കളിച്ച ആ ഒരു പോണിനെ പിന്നീട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് ക്വീനായി പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വേരിയേഷനിൽ വൈറ്റാണ് ജയിക്കുക. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയ നെപ്പോ ഈ ഒരു പൊസിഷനിൽ ക്വീൻ ടേക്സ് E6 അല്ല കളിക്കുന്നത്. നെപ്പോ ഇവിടെ കിങ് D8 കളിക്കുന്നു. ഉടനെ മാഗ്നസ് അടുത്ത പോൺ ഉപയോഗിച്ച് പോൺ ടു F5 കളിച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ മറ്റേ പോണിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇവിടെ നെപ്പോ ക്വീൻ G1ലേക്ക് കൊണ്ടുവരുന്നു. ഇനി കൂടുതൽ റിപ്പീറ്റഡ് ചെക്ക് കൊടുക്കാനുള്ള ഒരു നീക്കമാണ് നെപ്പോ ക്വീൻ G1ലേക്ക് വരുന്നത്. എന്നാൽ അടുത്ത നീക്കത്തിൽ തന്നെ മാഗ്നസ് കാൾസൺ വിജയിക്കുകയാണ്. നെക്സ്റ്റ് മൂവിൽ നെപ്പോ ഇവിടെ റിസൈൻ ചെയ്യുകയാണ്. കളി തോൽവി സമയക്കാണ്. മാഗ്നസിൻ്റെ നെക്സ്റ്റ് മൂവ് 136ാമത്തെ നീക്കം നൈറ്റ് G7. ആ ഒരു E8 സ്ക്വയർ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഇനി മുന്നോട്ടേക്ക് പോൺ ടു E7, പോൺ ടു E8 കളിച്ചുകൊണ്ട് ക്വീനാക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ ആ ഒരു നൈറ്റ് അവിടെ G7ൽ വന്നതോടുകൂടി നെപ്പോ എത്ര ചെക്ക് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വൈറ്റിൻ്റെ കിങ്ങിന് വളരെ സിമ്പിളായി 3-4 നീക്കങ്ങൾ നടത്തി ആ ഒരു നൈറ്റിൻ്റെ പുറകിൽ പോയി ഒളിക്കാൻ സാധിക്കും. പിന്നീട് കൂടുതൽ ചെക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കളി മാറും. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഒരു നീക്കം നടക്കുക എന്ന്. ചെക്ക് കൊടുത്താൽ തന്നെ ചെക്ക് ക്വീൻ ഇവിടെ H2ൽ ചെക്ക് കൊടുത്താൽ കിങ് G5ലേക്ക് മാറും. പിന്നെ ക്വീൻ G3 ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ് H6ലേക്ക് പോകും. ക്വീൻ H4 വീണ്ടും ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കിങ് G6ലേക്ക് മാറും. ക്വീൻ G4ൽ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ് H7ലേക്ക് മാറും. ക്വീൻ H4 ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ് G8ലേക്ക് മാറും. പിന്നീട് കൂടുതൽ ചെക്കുകൾ ഒന്നും കൊടുക്കാനുള്ള സാധ്യതയില്ല. അതേപോലെ തന്നെ E6ലുള്ള പോണിനെ വളരെ പെട്ടെന്ന് തന്നെ ക്വീനാക്കി മാറ്റാനും സാധിക്കും. അങ്ങനെ വളരെ നീണ്ട ഈ ഗെയിം 136 നീക്കങ്ങൾ നീണ്ട ഈ ഒരു ഗെയിമിൽ മാഗ്നസ് കാൾസൺ വിജയിച്ചിരിക്കുകയാണ്. നെപ്പോ വളരെ ഫലപ്രദമായിട്ടാണ് ഡിഫെൻഡ് ചെയ്തത്. 7.5 മണിക്കൂറുകളാണ് കളി നീണ്ടുനിന്നത്. രണ്ടുപേരും വളരെ ടയേർഡായിരുന്നു. മെൻ്റലി വളരെ
ടെൻഷൻ ഉള്ള ഒരു ഗെയിമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. അങ്ങനെ നമുക്ക് ആദ്യത്തെ 6 ഗെയിമുകൾ കഴിഞ്ഞപ്പോൾ മാഗ്നസ് കാൾസൺ 1 പോയിന്റ് മുന്നിലാണുള്ളത്. 6ാമത്തെ ഗെയിം ചരിത്രത്തിൽ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം 1972 ബോബി ഫിഷറും സ്പാസ്കിയും തമ്മിലുള്ള ഗെയിം 6 ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഗെയിം. അതും 6ാമത്തെ ഗെയിമായിരുന്നു. അങ്ങനെ ഗെയിം 6 ഇപ്പോൾ വളരെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.